തൃശ്ശൂരിൻ്റെ ചരിത്രമുറങ്ങുന്ന സാഹിത്യ അക്കാദമിയുടെ അങ്കണത്തിലാണ്. ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ ലിജി ഷമീറുണ്ട്. മദൻ സാറ് കൂടി വരേണ്ടതാണ്. മദൻ സാറ് പാറമേക്കാവിലെ ഉത്സവം കൊണ്ട് അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. നമ്മൾ ഒരു 2022 ആദ്യമായിട്ടൊരു കുത്തിത്തിരിപ്പ് എന്ന് നമ്മൾ സ്വയമേവ പറയുന്ന വീഡിയോകൾ തുടങ്ങുന്നത്. കാരണം സത്യം പറയേണ്ടുന്ന മാധ്യമങ്ങൾ സത്യം പോലെ തോന്നിപ്പിക്കുന്നത് പറയുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള സത്യം പറയുക ഒരു ഉത്തരവാദിത്തമാണ് എന്ന് കണ്ട് ഒരു സാധാരണ ഡ്രൈവറായ ഞാനൊക്കെ അത് പറയാൻ തുടങ്ങുന്നത് അങ്ങനെയാണ്. പ്രബലരായിട്ട് എല്ലാവരും പറയേണ്ടുന്ന കാര്യം, ഓരോരുത്തരും പറയേണ്ടുന്ന കാര്യമാണ്. അങ്ങനെ ഏതോ ഒരു വീഡിയോയുടെ കമൻറ്റിലാണ് ലിജി ഷമീർ വന്ന് സംസാരിക്കുന്നത്. ആ സംസാരിക്കുന്നത് പിന്നെ പല വിഷയങ്ങളിലായി. ചിലപ്പോഴൊക്കെ ചില വിഷയങ്ങളെ നമ്മളോട് ചൂണ്ടിക്കാണിച്ചു തരും. ബിജു ഇതുപോലെയല്ലേ പറയേണ്ടത് എന്നുള്ളതാണ്. അങ്ങനെ പരിചയപ്പെട്ടപ്പോഴാണ് തൃശ്ശൂരാണ് ഒരു കാലം ഉണ്ടായിരുന്നത്, ആലപ്പുഴയിൽ നിന്നാണ്. ആദ്യം വാട്സപ്പിൽ മുഖമൊന്നും ഞാൻ കണ്ടിട്ടൊന്നുമില്ല, പക്ഷേ വാക്കുകളിലൂടെ ഒരാളെ വ്യക്തമായിട്ട് തിരിച്ചറിയുന്ന ഒരു പരിചയം. ആ പരിചയം ഇപ്പോൾ ഒരു 2 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും, അങ്ങനെയായിട്ടുണ്ടാവും. പക്ഷേ വല്ലപ്പോഴും ഏതെങ്കിലും ഒരു വിഷയാധിഷ്ഠിതം മാത്രമായിട്ടാണ് നമ്മൾ സംസാരിക്കാറുള്ളത്. ഇന്ന് തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിലെ ഒരു പുസ്തക പ്രകാശനത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. ഏതാണ് ആ പുസ്തകം? അഴൽ കനലുകൾ. രണ്ടാമത്തെ പുസ്തകമാണ് അത്. അപ്പോൾ ഈ ഒരു വേറിട്ട ചിന്തയും വേറിട്ട കാഴ്ചപ്പാടൊക്കെ എങ്ങനെ എവിടെ നിന്ന് വന്നു എന്ന് പറയാൻ പറ്റും? ഞാൻ ആധികാരികമായ എഴുത്ത് ഫീൽഡ് അല്ല, പക്ഷേ നമ്മുടെ ചില ചിന്തകൾ, നമ്മുടെ കാഴ്ചകൾ, ചില അനുഭവങ്ങളൊക്കെ, സമൂഹത്തിൽ നടക്കുന്ന ചില കാഴ്ചകളോടൊക്കെ പ്രതികരിക്കണമെന്ന് തോന്നി നമ്മുടെ നിലപാടുകൾ നമ്മുടെ FB പേജിലൂടെയും എഴുത്തിലൂടെയൊക്കെ 10 പേരോട് പറയണം, അഭിപ്രായം അറിയിക്കണം തോന്നിയിട്ടാണ് ഞാൻ ഈ എഴുത്ത് വഴികളിലേക്ക് സജീവമായത്. അങ്ങനെ 2 പുസ്തകം ഇറക്കാൻ പറ്റി. ഒറ്റച്ചിറക് എന്നുള്ളൊരു പുസ്തകം ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ കുറച്ച് ചിലർ പറയാറുണ്ട് സ്ത്രീ പക്ഷേ എഴുത്തുകാരിയാണെന്ന്. പക്ഷേ എന്നാലും സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും എനിക്ക് സമൂഹത്തോട് പറയാനുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ എഴുത്തിൻ്റെ മേഖലകളിലേക്ക് കടന്നത്. ഇപ്പോൾ ഈ അവസാനത്തെ പുസ്തകം ഇപ്പോൾ ഇറക്കുന്ന ഈ പുസ്തകം എത്ര നാളത്തെ ഒരു ഇതാണ്? ആദ്യ പുസ്തകം ഇറക്കിയപ്പോൾ ഞാൻ വിചാരിച്ചില്ല പിന്നെ ഒരു പുസ്തകത്തിലേക്ക് ഞാൻ വരുമെന്ന്. പക്ഷേ എൻ്റെ മനസ്സിൽ എങ്ങനെയോ ഒരു ത്രെഡ് കിട്ടി. ഇപ്പോൾ ഒരു 1.5 വർഷത്തോളമായി അതിൻ്റെ പിന്നിൽ. ഇപ്പം പെട്ടെന്ന് തീരുമാനിച്ചതാണ് പ്രകാശനമൊക്കെ. അതിലും സ്ത്രീ സഹജമായ വിഷയങ്ങൾ തന്നെയാണ്. പിന്നെ നമ്മുടെ ആനുകാലിക സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങളും കൂടെ ചേർന്നാണ് എൻ്റെ ഈ പുസ്തകം. എനിക്ക് തോന്നുന്നു വ്യത്യസ്തമായ മേഖലകളിലൂടെ എഴുതാൻ പറ്റുക എന്ന് വെച്ചാൽ പാലക്കാട് പ്രദേശം, അതുപോലെ വയനാട്, തിരുവനന്തപുരം, ഇതൊക്കെ ഇങ്ങനെ നമുക്ക് പരിചിതമായി വന്നു. എഴുത്തിൻ്റെ വഴിയിലേക്ക് പരിചിതമായി എടുക്കാൻ പറ്റി. കാരണം അവിടുത്തെ ചെറിയ കാര്യങ്ങൾ പോലും ഉൾക്കൊള്ളാൻ പറ്റണ്ട എഴുത്തിന് ഉപയോഗിക്കണമെങ്കിൽ. ഞാൻ പഠിച്ച കാലഘട്ടത്തിൽ പല നാട്ടിലുള്ള കുട്ടികളുമായിട്ടൊക്കെ പരിചയം ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മൾ വായിച്ചും കേട്ടും അറിഞ്ഞിട്ടുള്ള ഭാഷയും ഒക്കെ ചേർത്ത് വെച്ച് ഒരു പരീക്ഷണം എന്ന നിലയിലാണ് ഞാൻ. ആലപ്പുഴയിൽ തൃശ്ശൂരത്തെ കാലം എത്ര കാലം ഉണ്ടായിരുന്നു? തൃശ്ശൂർ ഞാൻ 3 വർഷം WPTയിൽ പഠിച്ചിരുന്ന 3 വർഷം. അപ്പോൾ അവിടുത്തെ കുറച്ച് ഭാഷയൊക്കെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ പാലക്കാട് ഇപ്പോൾ എഴുത്ത് വഴികളിലേക്ക് വന്നപ്പോഴത്തേക്ക് വളരെയേറെ ആൾക്കാർ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ഒരു ഭാഷ, പിന്നെ നമ്മൾ വായിച്ചറിയുന്ന പുസ്തകങ്ങളിലൂടെയുള്ള, സിനിമകളിലൂടെയുള്ള ഭാഷ, അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റേതായ ഒരു ശൈലി രൂപപ്പെടുത്തിയെടുത്ത് ഈ പുസ്തകം. നമ്മളെ പരിചയപ്പെടാൻ കാരണം തൃശ്ശൂർ ഭാഷ തന്നെയാണ്. അതെ. ഞാൻ എന്ത് പറഞ്ഞാൽ ഈ തൃശ്ശൂർ ഭാഷയല്ലേ പറയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഈ ഭാഷയുടെ സ്വാധീനം, നമ്മൾ സംസാരിക്കുമ്പോഴുള്ള ഭാഷയുടെ സ്വാധീനം കൊണ്ട് തന്നെയാണ് തൃശ്ശൂര്. നമുക്ക് ഒരു സുഹൃത്തുണ്ട്, ബിജു ഫ്രാൻസിസ് ഉണ്ട്. പിന്നെ അങ്ങനെ അതും എനിക്ക് ഇതുപോലെ എഴുത്തിലൂടെ വീണ് കിട്ടിയ ഒരു സുഹൃത്താണ് ബിജു. പിന്നെ താങ്കൾ എന്നെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കും. ബിജു ഫ്രാൻസിസ് എന്നെ എഴുത്തിലൂടെയൊക്കെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കും. നമുക്ക് ഒട്ടും പരിചയമില്ല. ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് തന്നെ. നമ്മൾ ഇന്ന് തന്നെയാണ് എന്തായാലും ഒരുപാട് സന്തോഷം. കാരണം ഈ എഴുത്തിന്റെ വഴിയിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് കാണാൻ പറ്റിയ, പരിചയപ്പെടാൻ പറ്റിയ, എന്റെ പുസ്തകം കുത്തിത്തിരിപ്പിലൂടെ കാണുമ്പോൾ ഞാനത് കാണിക്കും. കുത്തിത്തിരിപ്പിലൂടെ കാണാൻ പറ്റുക എന്നുള്ളതൊക്കെ വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. മറ്റൊരുക്കെയാണെന്ന് വെച്ചാൽ രാവിലെ നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യായിരുന്നു. ഇതിപ്പോൾ മറ്റു വിഷയങ്ങൾ, രാഷ്ട്രീയ വിഷയങ്ങളൊന്നും കൈകാര്യം ചെയ്യാതെ ഞങ്ങൾ സൈൻ ഓഫ് ചെയ്യാണ്. ഞാൻ പവിത്ര. വളരെ സന്തോഷം എന്നെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയതിൽ. എനിക്കും വളരെ സന്തോഷം. കാണാൻ കഴിഞ്ഞാൽ അതിലേറെ സന്തോഷം. താങ്ക് യു.